ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് നമ്മുടെ ഗോകുലമാളിലാണുള്ളത്. കയറി വന്നപ്പോൾ തന്നെ ഇതാണ് കണ്ടത്. ഗോകുലമാൾ വന്നിട്ട് 4 വർഷം കഴിഞ്ഞത്രേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വർഷം പോകുന്നത് അറിയുന്നതേയില്ല. എന്തിനു വേറെ പറയണു, ഞാൻ ഇന്നിവിടെ വന്നത് തന്നെ 2 വർഷത്തിന് ശേഷം ദുബായിൽ ഇങ്ങോട്ട് കയറ്റി അയച്ച ഈ ഒരു സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കാലത്തിനിടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ദുബായിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണോടി എത്തിയത്. 2 വർഷത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാൻ കരുതി. ദുബായിൽ കിട്ടാത്ത ഏതെങ്കിലും ഐറ്റം ട്രൈ ആണെന്ന് പറഞ്ഞ് അവൾ ഇളനീർ ജ്യൂസാണ് ട്രൈ ചെയ്തത്. ഞാനൊരു സ്ട്രോബെറി ഷേക്കും. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ കഥ പറഞ്ഞിരുന്നു. സമയം പോയത് അറിഞ്ഞതേയില്ല. ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവരെ നേരെ പാരഗണിലോട്ട് വിട്ടു. ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ക്രീമി സൂപ്പാണ്. അടിപൊളി സൂപ്പായിരുന്നു. ഇത് കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞ പോലെ തോന്നി. സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ഒരു കണക്കിന് കഴിച്ച് ഒപ്പിച്ചു. പകുതിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സൊമാലിയയിലെ പട്ടിണി കിടക്കുന്ന പിള്ളേരെ കുറിച്ച് നിനക്ക് വല്ല ബോധം ഉണ്ടെന്നൊക്കെ എനിക്ക് ലെക്ചർ തന്നിട്ട് നിർബന്ധിച്ച് അവൾ എന്നെ കൊണ്ട് മുഴുവൻ തീറ്റിപ്പിച്ചു. ഫുഡ് കഴിച്ചപ്പോഴേക്കും ഞങ്ങൾ 2 ആളും സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നങ്ങ് സംസാരിക്കാമെന്ന് കരുതി. അങ്ങനെ വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷം ഞങ്ങൾ ഫോക്കസ് ഒന്ന് നേരെ ബീച്ചിലോട്ട് വിട്ടു. സാധാരണ തിരക്കൊന്നും ഇന്ന് ബീച്ചിലുണ്ടായിരുന്നില്ല. നല്ല പീസ്ഫുൾ ആയിരുന്നു. സൺസെറ്റിൻ്റെ സമയമാണെങ്കിൽ നല്ല കിട്ടില്ലം വ്യൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ബീച്ചിൽ ഇങ്ങനെ ചില്ല് ചെയ്ത് നടന്നു. പിന്നെ അതിലൂടെ ആരോ ഒട്ടക സവാരി ചെയ്യുന്നത് കണ്ട് വാ വിളിച്ച് ഞാൻ നോക്കി നിന്നപ്പോൾ ദുബായിൽ ഒട്ടകത്തിൻ്റെ അത്ര സൈസൊന്നും ഇവിടുത്തെ ഒട്ടകത്തിനില്ല എന്ന് പറഞ്ഞ് പുച്ഛം വാരി വിതരാണ് അഞ്ചു. അങ്ങനെ ദുബായ് തള്ളലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന തക്കത്തോട് ചവിട്ടിപ്പൊട്ടിക്കലായി അവളുടെ പരിപാടി. കുറച്ചു നേരം കളിയാക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മൂടായി ഞാനും 2 ചവിട്ടി പിടിച്ചു. ബീച്ചിൽ വന്നാൽ പിന്നെ ഉപ്പിലിട്ട മാങ്ങ കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റുമോ? നാട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ വന്ന് കഴിക്കേണ്ട കുറേ ഫുഡിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയ കൂട്ടത്തിൽ കാടമുട്ടയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതുകൂടെ കഴിച്ചിട്ട് ബീച്ചിൽ നിന്ന് വിടാമെന്ന് കരുതി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഫലൂദ നേഷനിലേക്കാണ്. സ്വന്തം വീട്ടിലോട്ട് കയറി പോകുന്നവർ തുള്ളിച്ചാടിയാണ് അവളിലേക്ക് കയറുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ദുബായിൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഫലൂദ നേഷൻ ഉണ്ട്. ദിവസവും ഒരു ഫലൂദെങ്കിലും കഴിക്കാതെ അവൾ ഉറങ്ങാറില്ല അത്രേ. അതുകൊണ്ട് തന്നെ ആ മെനുവിലെ എല്ലാ ഐറ്റവും അവൾക്ക് കാണാപ്പാടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു സൺഡേ ആണ് ഓർഡർ ചെയ്തത്. ഒരു ബ്ലൂബെറി സൺഡേ. പക്ഷേ സത്യം പറയാലോ, നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു. പിന്നെ വെറൈറ്റി ട്രെയിനുള്ളൊരു മോട്ടിവേഷൻ ഞാനും കൂടെ കൊടുത്തുകൊണ്ട് നിർബന്ധിച്ചത് മുഴുവൻ ഞാൻ അവളെ കൊണ്ട് കഴിപ്പിച്ചു. സമയം കുറച്ചായതുകൊണ്ട് പിന്നെ അധികം ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. കുറേ കാലത്തിന് ശേഷം കണ്ടാണെന്നുള്ളൊരു ഫീലേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല.